നമസ്കാരം. എന്തൊക്കെയാണ് മലയാളം സോഷ്യൽ മീഡിയ യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിലുമൊക്കെ അപ്പുറം കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സജന, ഫിറോസ്, റസൂൽ പൂക്കുട്ടി ഈ വിഷയം കുറച്ച് നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സജന റസൂൽ പൂക്കുട്ടിയുടെ പടം ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നു, അവർ തമ്മിൽ ബന്ധമാണ് എന്നുള്ളത് ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം മുമ്പ് സജനയുടെ അക്കൗണ്ട് അപ്രതീക്ഷിതമായി ഹാക്കായി. അതിനകത്ത് സജന 9 വീക്സ് പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ റിമൂവ് ആവുന്നു. അതിനുശേഷം സജന കരഞ്ഞുകൊണ്ട് വന്ന് എൻ്റെ അക്കൗണ്ട് ഹാക്കായിട്ട് ആരാണ്ട് ഇട്ടതാണ്, അത് ആരാണ്ടൊക്കെ ചേർന്ന് സജനയെ കൊടുക്കാൻ നോക്കിയതാണ് എന്ന് പറഞ്ഞ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എല്ലാം ഏറ്റവും ഒടുവിൽ വന്ന് നിന്നത് ഫിറോസ് എന്ന് പറയുന്ന സജനയുടെ എക്സ് ഹസ്ബൻഡിന്റെ മണ്ടയ്ക്കാണ്. പിന്നെ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി കുറച്ച് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് സംസാരിക്കുന്നത് കൊണ്ട് പലപ്പോഴും ഫിറോസ് ആണ് തെറ്റുകാരൻ എന്നുള്ളൊരു തോട്ട് ആൾക്കാർക്കുണ്ടായിരുന്നു. ഞാനും അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത്. ഫിറോസും സജനയും തമ്മിൽ പിരിയാനുണ്ടായ കാരണം ഫിറോസ് ആണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. നമുക്ക് വലിയ ധാരണയൊന്നുമില്ലല്ലോ, നമ്മളൊക്കെ ജസ്റ്റ് കാണുമ്പോൾ ഉള്ളൊരു നിഗമനം. ഇത്രയും നാളും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാൻ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടൊന്നുമില്ലായിരുന്നു, അതിനെപ്പറ്റി സംസാരിച്ചിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോ ഫിറോസ് അദ്ദേഹത്തിന്റെ ചാനലിൽ 3 വീഡിയോ ഇട്ടിട്ടുണ്ട്. പാർട്ടായിട്ടാണ് വീഡിയോ ഇട്ടേക്കുന്നത്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞുകൊണ്ട്. ഈ 3 വീഡിയോ നിങ്ങൾ കയറി കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിന്റെ സത്യാവസ്ഥ മുഴുവനായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതായത് ഈ കാര്യത്തിൽ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി തികച്ചും നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒക്കെ തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള തെളിവുകളോട് കൂടിയിട്ട് വന്ന് നടത്തിയ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ, അതിനകത്ത് എല്ലാ തെളിവുകളും ഫിറോസ് നിരത്തുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള മുഴുവൻ കാരണങ്ങളും പറയുന്നുണ്ട്. സത്യത്തിൽ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഒരു കല്യാണം കഴിച്ച ഒരു പുരുഷനുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നു, അതിൽ കുഞ്ഞാവുന്നു, എന്നിട്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എന്തൊക്കെയാണ് ഇത്. എന്നിട്ട് അതിനകത്തുനിന്ന് വഴിതിരിച്ച് വിടാൻ വേണ്ടിയിട്ട് മുൻ ഭർത്താവിനെ ഇരയാക്കുന്നു, അയാൾക്കെതിരെ കേസ് കൊടുക്കുന്നു, അനാവശ്യമായിട്ട് അയാളെ പറ്റിയിട്ടുള്ള നെഗറ്റീവ് സോഷ്യൽ മീഡിയയിൽ പൊക്കിക്കൊണ്ടുവരുന്നു. എല്ലാം മറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇവർ തമ്മിലുള്ള അവിഹിത ബന്ധം മറയ്ക്കാൻ വേണ്ടിയിട്ട് മുൻ ഭർത്താവിനെ കരുവാക്കുന്നു. അതിലേക്ക് അറിയാതെ അകപ്പെട്ടു പോയതാണ് ഫിറോസ് എന്ന് അദ്ദേഹം പൂർണ്ണമായിട്ടും നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള എല്ലാ തെളിവുകളും അദ്ദേഹം നിരത്തി. ഇത്രയും നാളും അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ തെളിവുകൾ ഉണ്ടായിട്ടും അദ്ദേഹം ആരെയും പരസ്പരം കരിവാരി തേച്ച് കാണിക്കാനൊന്നും പോയില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത്. എനിക്കതിനകത്ത് ഏറ്റവും കൂടുതൽ ക്യാപ്ചർ ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. മുഴുവനായിട്ട് ആ വീഡിയോ ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല, പാർട്ടായിട്ടാണ്. നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസ് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം 1 മണിക്കൂറോളം ഉണ്ടെന്ന് തോന്നുന്നു ആ വീഡിയോസ് എല്ലാം കൂടി, ടൈം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. ഏതായാലും ഞാൻ കുറച്ച് ഭാഗം കേൾപ്പിച്ചു തരാം. സജന എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിലുള്ള ക്രൂക്കഡ്നെസ്, അവരാണ് തെറ്റുകാരി എന്ന് തോന്നിപ്പിക്കാനുള്ളത്. ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവനെതിരെ കേസ് കഴിയില്ല. ഫിറോസിനെതിരെ തൽക്കാലം ഉണ്ടായിരുന്ന വലിയ വിഷയം ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഷാജിയുടെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ, അതുപോലെ ഒരു ചെറിയൊരു നമ്മളൊരു തൽക്കാലം കുറച്ച് സമയത്ത് മൂടി ഇന്നേ ഉള്ളൂ. ഒരുപാട് കഴിയുമ്പോൾ എന്താ പറയാം, പിന്നീട് നോക്കാം. ഡൈവോഴ്സ് തന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് ഇങ്ങനെയുള്ള കാര്യം ചെയ്തെല്ലാം ഞാൻ കൂടിക്കാം. അച്ഛൻ ആക്ച്വലി മറ്റവരുടെ കൂടെയാണുള്ള കാര്യം വളരെ പിന്നീട് മനസ്സിലായത്. അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് ചാനൽ പറഞ്ഞത്. അതാണ് ഫിറോസ് പറഞ്ഞത് അല്ലേ? അതെ. ഇവരുടെ ഫിറോസിന്റെ കയ്യിൽ ഏറ്റവും വലിയ ആയുധമാണ് പ്രഗ്നന്റ്. 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ള സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയത്, നിങ്ങൾ എനിക്ക് മെഡിസിൻ തരാൻ തുടങ്ങിയതും, എന്നെ ആ കുഞ്ഞിനെ വേണമെന്നുള്ള തീരുമാനം നമ്മൾ ന്യൂസിൽ എടുത്ത് എനിക്ക് നിങ്ങളുടെ കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്. ഒരു പ്രാവശ്യം ഉള്ളൂ ഞാൻ ഇക്കാര്യത്തിൽ ബലമായി പേടിച്ച് ഇക്കാര്യം എനിക്ക് വേണമെന്ന് ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ പറഞ്ഞു. അതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണ്. ഈ പ്രാവശ്യം, അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ മറ്റേ അബ്യൂസ് ചെയ്തോ, നിങ്ങൾ ഇരിക്കുന്ന സാധനം എടുത്തിട്ട് എന്നെ വെച്ചിട്ട് എനിക്ക് കുഞ്ഞുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായല്ലോ കുഞ്ഞുണ്ടായത്. ഇനി റസൂലിക്കാൻ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവർ ചത്താലും കുഴപ്പമില്ല, എനിക്ക് മതി, എനിക്ക് പൈസ മതി. ഓവർ കുബുദ്ധി, ഇക്കാടെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളുടെ ലൈഫിൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ എന്ത് രക്ഷ, ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളുടെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് റസൂലിക്ക എന്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്തോന്നു റസൂലിക്ക നിങ്ങളുടെ വൈഫിന്റെ അടുത്ത് പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്ക. ഇനി എനിക്ക് അല്ല, ഇനി എനിക്ക് പറ്റത്തില്ല. ഞാൻ എത്രയും ക്ഷമിക്കുന്നുണ്ട്. എല്ലാം ഞാൻ സംസാരിച്ച ശേഷം സംസാരിച്ചത് അത് ഞാനല്ലോ മനസ്സിലാക്കുന്ന റസൂൽക്കുട്ടി. ചതിച്ചുണ്ടാക്കിയെന്നുള്ള ഡയലോഗ് നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ സജിന ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ സാധനം ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം കാലിക്കട്ടുള്ള വിവാദം നമ്മൾ പോയതും അവിടെ നമ്മൾ ട്രാവൽ ചെയ്തതും എല്ലാത്തിനും ഉണ്ടല്ലോ.
ഇതെല്ലാം ഉണ്ടല്ലോ. ഞാൻ അതിന് വലിയ ഷോക്കായി. വളരെ ഷോക്ക്ഡോ എന്ത് നിങ്ങൾ കുഞ്ഞു പോയുണ്ടോ വിചാരിക്കുന്നത്? കാരണം എനിക്ക് ലണ്ടനിൽ നിന്ന് യു എയിൽ എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്ന കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്റ്റ് കുഞ്ഞിന് ഇത്രയും കെയറിംഗ് ആയിട്ട് ചെയ്യണമെന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യൂസിലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം അത്രയും കെയറിംഗ് ആയിട്ട് നിന്ന ഒരാൾ എൻ്റെ വീട്ടിൽ നിന്നാലും എൻ്റെ ഇവിടുന്ന് പറയുമ്പോഴാണ് നിങ്ങൾ എൻ്റെ വീട്ടുകാർ പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്കുക, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുക. വേണ്ടായെങ്കിൽ ആദ്യം ഒന്നാ ബൂട്ടായതാണല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് ശരി പ്രൊട്ടക്ഷൻ എടുക്കണം എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ സേഫ്റ്റി നോക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനി ഒരു കുഞ്ഞുണ്ടാവുന്നത് അറിയാമല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ഞാൻ അത് നേരത്തെ പറഞ്ഞിട്ട് ആ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത് ഈ കുഞ്ഞ് പോയപ്പോൾ പോലും എന്നെ അറിയാം ഞാൻ അത് ഭയങ്കര മനസ്സിലാക്കി വിഷമിച്ചിരുന്നു. ഞാൻ അതിന് എനിക്കൊരു കുഞ്ഞിനെ തന്നത് വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അല്ലായിട്ടാണ് തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പം നമ്മൾ കറക്റ്റ് നിങ്ങളെ പീഡിപ്പിച്ച് പഠിച്ച സാധനങ്ങൾ എടുത്ത് നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത സാധനമല്ല ഞാനത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അതുപോലെ നമ്മൾ ചെയ്തിട്ടാണ് നമുക്ക് തന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യമാണ്. അയ്യോ ഞാൻ നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നു ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്നത് നിങ്ങളെ ഞാൻ നിങ്ങൾക്ക് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങൾക്ക് ഞാൻ പറയണോ? ഇപ്പോൾ ഈ കേട്ടത് ഇതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. വിശദമായിട്ട് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ നമുക്ക് എൻ്റെ ലൈഫിൻ്റെ കുറച്ച് സനിയിൽ നിന്ന് കുറച്ചുകൂടെ മുന്നേക്ക് പോകേണ്ടതുണ്ട്. ഇതിൻ്റെ ഒരു കാരണം കുറേ അലിഗേഷൻസ് അവൾ പറഞ്ഞത് കാരണം എനിക്ക് അത് കൂടി പറയേണ്ടതുണ്ട്. അറിഞ്ഞോ അറിയാതെ മറ്റു പലരെയും കൂടി സജിന ഇതിനകത്ത് കൂട്ടുപിടിക്കാൻ ശ്രമിച്ചു. അവരൊന്നും കൊടുത്തില്ല. പക്ഷേ അവരുടെ കുറച്ച് കാര്യം കൂടി ഇതിനകത്ത് ചേർത്തു. ഞാൻ അവരുടെ പേരുകളും ഒന്നും പറയാതെ തന്നെ ഉള്ളത് അത് പരാമർശിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് കേട്ടില്ലേ? ഇത്രയും കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ. ഇതൊരുമാതിരി ഈ കല്യാണം കഴിച്ച പുരുഷന്മാരെ ട്രാപ്പിലാക്കാൻ നോക്കുന്ന സ്ത്രീകളുടെ ഒരു ഫീലുണ്ട്. ഇവിടെ രണ്ടുപേരും തെറ്റുകാരാണ് കേട്ടോ. ഒരാളാണ് തെറ്റുകാരി എന്നൊന്നും ഞാൻ പറയുന്നില്ല. വല്ലാത്ത കഷ്ടം തന്നെ. അവിഹിത ബന്ധം, അനാവശ്യം ഒക്കെ എല്ലാത്തിലും ഒരു പേഴ്സണൽ ഇത് വരും. ഓക്കെ, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണ്, പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടമാണ്. പക്ഷെ ഓൾറെഡി ലീഗലി മാരീഡ് ആയിട്ട് ലീഗലി ഒരാളെ കല്യാണം കഴിച്ചു, അവർക്ക് കുട്ടികളുണ്ട്, അങ്ങനെ ജീവിക്കുന്ന ഒരു പുരുഷൻ അയാൾ വേറൊരു സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധത്തിലാകുന്നു, അവളെ പ്രഗ്നന്റ് ആക്കുന്നു. എന്തോന്നടേ? എന്നിട്ട് ആ ഒരു അവിഹിത ബന്ധം പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നേരെ പബ്ലിക്കിന്റെ എല്ലാ ശ്രദ്ധയും മുൻ ഭർത്താവിലേക്ക് കൊണ്ടുവരുന്നു. മുൻ ഭർത്താവാണ് ക്രൂരൻ, മുൻ ഭർത്താവാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത് എന്നുള്ള രീതിയിൽ കേസുകൾ കൊടുക്കുന്നു, അയാളെ കൊടുക്കാൻ നോക്കുന്നു, അയാളെ അനാവശ്യമായിട്ട് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. വളരെ കഷ്ടം തന്നെ. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ സ്ഥിരം നടക്കുന്നതാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഈ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ സോഷ്യൽ മീഡിയയിലുള്ള മിക്കതും ഇങ്ങനെയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം വരുന്നത്. ഭയങ്കര ബോറായിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ. എങ്ങനെ ഇനി ഈ സജന എന്ന് പറയുന്ന സ്ത്രീ ഇതിനെ അതിജീവിക്കും? ഇപ്പൊ നാട്ടുകാർ മുഴുവൻ എല്ലാം അറിഞ്ഞില്ലേ? എല്ലാ ആൾക്കാരും അറിഞ്ഞു. ഇപ്പൊ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം മുഴുവൻ തെളിവുകളും നിരത്തിയിട്ടാണ് ഇപ്പൊ കൊണ്ടുവന്നേക്കുന്നത് മുൻപോട്ട്. അദ്ദേഹം CM-ന് പരാതി കൊടുത്തിട്ടുണ്ട്. എല്ലാ രീതിയിലും അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കുന്ന എല്ലാ തെളിവുകളും നിരത്തി, കൃത്യമായിട്ടുള്ള എല്ലാ തെളിവുകളും നിരത്തിയിട്ടാണ് സംസാരിക്കുന്നത്. ഇനി ഈ തെളിവുകളൊക്കെ തന്നെ അയാൾ ഫാബ്രിക്കേറ്റ് ചെയ്തത് എടുത്തതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇത്രയധികം കാര്യങ്ങൾ, ഇത്രയും ജെനുവിൻ ആയിട്ടുള്ള പ്രൂഫുകളാണ് അദ്ദേഹം പബ്ലിക്കിന് മുമ്പിൽ നിരത്തിയേക്കുന്നത്. എന്നാലും പരം ബോറായിപ്പോയി എന്ന് മാത്രമേ നമുക്ക് ഇതിനെ പറയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. വല്ലാത്തൊരു സാഹചര്യം. ഇങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന മിക്ക കാര്യങ്ങളും. ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കേണ്ട എന്ന് പോലും നമുക്ക് അറിയത്തില്ല. പലപ്പോഴും നമ്മൾ തെറ്റുകാരനാണ് എന്ന് വിചാരിക്കുന്ന ആള് തെറ്റുകാരനായിരിക്കുകയില്ല.